US മെക്സിക്കൻ അതിർത്തി അടച്ചു. തെക്കൻ അതിർത്തി അടച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുമെന്ന് ട്രംപ് ഭരണകൂടം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, US മെക്സിക്കൻ അതിർത്തി അടച്ചിരിക്കുന്നു. അതായത് അനധികൃത കുടിയേറ്റം തടയാനുള്ള എല്ലാവിധ നടപടികളും ഡൊണാൾഡ് ട്രംപ് കൈക്കൊള്ളുകയാണ്. പുതുതായി പ്രസിഡന്റായി ചുമതലയേറ്റ നിമിഷം മുതൽ അദ്ദേഹം അതിൻ്റെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നു. അത്തരം നീക്കങ്ങൾ തടയാൻ തന്നെയാണോ ഈ US മെക്സിക്കൻ അതിർത്തി അടച്ചിട്ടുള്ളത്? ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, US മെക്സിക്കൻ അതിർത്തി പണ്ടേ തന്നെ, അതായത് നേരത്തെ ട്രംപ് അധികാരമേറ്റ സമയത്ത് പോലും ഒരു സങ്കീർണമായ ഒരു പ്രദേശമായിരുന്നു. അധികാരമേറ്റ ദിവസം തന്നെ, അതായത് 2025 ജനുവരി 20 അധികാരമേറ്റ അന്ന് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. തെക്കൻ അതിർത്തിയായ അല്ലെങ്കിൽ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചകളിലെ ക്ലോഡിയ സ്റ്റൗഡുമായി നടന്ന ചർച്ചകളിൽ, അതായത് നമുക്കറിയാവുന്നതാണ്, മെക്സിക്കൻ പ്രസിഡന്റുമായി നടന്ന ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഈ നടപടി ഒരു മാസത്തേക്ക് നിർത്തിവെക്കാനുള്ള ഒരു നീക്കം ഉണ്ടായത്. അത് അധിക താരിഫ് ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മെക്സിക്കൻ അതിർത്തി വളരെ കൃത്യമായി അടയ്ക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മെക്സിക്കൻ അതിർത്തി അടച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, ഈ ചർച്ചകളെല്ലാം നടന്നിരുന്നു. മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോണുമായുള്ള ചർച്ചകളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 25% അധിക താരിഫ് ചുമത്തിയതും അതുപോലെ തന്നെ അതിർത്തി പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തത്. പൂർണ്ണമായും അതിർത്തി സൈന്യത്തെ വിന്യസിച്ച് അടയ്ക്കുകയും ചെയ്തിരുന്നു. ഈ സൈന്യത്തെ വിന്യസിച്ച് അടച്ചത് താൽക്കാലികമായി നിർത്തിവെച്ചു എങ്കിൽ കൂടി ഇപ്പോൾ അത് വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഒരു മാസത്തേക്ക് നിർത്തിവെച്ച നടപടി അധികാരമേറ്റ ഒരു മാസത്തിന് ശേഷം അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, അനധികൃത കുടിയേറ്റവും അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്തും കാര്യമായി അമേരിക്കയിലേക്ക് നടക്കുന്ന അതിർത്തിയാണ് മെക്സിക്കൻ അതിർത്തി. അതുകൊണ്ട് തന്നെ ആ മെക്സിക്കൻ അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അമേരിക്കയുടെ സാമ്പത്തികവും അതുപോലെ തന്നെ ആരോഗ്യപരവുമായ മാനസികാരോഗ്യത്തിന്റെ വിഷയത്തിലായാലും യുവാക്കളുടെ സുരക്ഷയുടെ കാര്യത്തിലായാലും അനിവാര്യമാണ്. മയക്കുമരുന്ന് കടത്തും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങളും മെക്സിക്കോയിലെത്തി അനധികൃതമായി കുടിയേറുന്ന നീക്കങ്ങളും എല്ലാം തന്നെ തടയുന്നതിന്റെ നടപടികളുടെ ഭാഗമായാണ് ഈ അതിർത്തി അടച്ചിരിക്കുന്നത്. വ്യക്തമാണ് ഐസൺ ജോസ്. US മെക്സിക്കൻ അതിർത്തി അമേരിക്ക ഇപ്പോൾ അടച്ചിരിക്കുന്നു. അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.